അങ്ങനെ ആരാധകർ ആവേശത്തോടെ കാത്തിരുന്ന നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, വലിയ ഹൈപ്പോട് തന്നെയായിരുന്നു ചിത്രം പുറത്തു വന്നത്. ചിത്രത്തിന് വേണ്ടി രാജുവേട്ടനും ലാലേട്ടനും നൽകിയ പ്രമോഷൻ പരിപാടികളും ചിത്രത്തിലെ കഥാപാത്രങ്ങളെ റിവീൽ ചെയ്ത എല്ലാ രീതിയും തന്നെ വൈറലായിരുന്നു. അതിനാൽ തന്നെ ഇന്നലെ തിയേറ്ററുകൾ പൂരപ്പറമ്പാകുന്നതായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞതോടെ കഥയങ്ങ് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, പാർട്ടി ഭേദമെന്നെ നിരവധി ആരാധകരുള്ള ഒരു നടനാണ് നമ്മുടെ ലാലേട്ടൻ. അതിനാൽ തന്നെ എല്ലാ പാർട്ടിക്കാരും ലാലേട്ടന്റെ ഈ ചിത്രം കാണാൻ തിയേറ്ററുകളിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ചിത്രത്തിൽ BJPയെ വളരെ പച്ചയ്ക്ക് രാജുവേട്ടൻ വിമർശിക്കുന്നുണ്ടെന്നും പറഞ്ഞാണ് ഇപ്പോൾ ഒരു സൈഡിൽ കമ്മികളുടെ ആഘോഷം നടക്കുന്നത്. ബിനീഷ് കോടിയേരി വരെ ഇക്കാര്യത്തിൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. കൂടാതെ പല CPM ഗ്രൂപ്പുകൾക്കും ഇപ്പോൾ ആഘോഷരാവുകളാണ് എന്ന് തന്നെ പറയാം. ഞാനങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കുന്നതിനിടയിൽ പല പോസ്റ്റുകളും ഇത്തരത്തിൽ കാണുകയും ചെയ്തിരുന്നു. എന്നാൽ എമ്പുരാനെ പറ്റി, അതിലെ രാഷ്ട്രീയത്തെ പറ്റി നമ്മുടെ അഖിൽ മാരാർ പങ്കുവച്ച കുറിപ്പ് അല്പം വ്യത്യസ്തമാണെന്ന് പറയാം. എമ്പുരാൻ എന്ന ചിത്രത്തിലൂടെ BJPയെ വലിച്ചു കീറി എന്നാണെന്നല്ലോ എല്ലാവരും പറയുന്നത്. എന്നാൽ എമ്പുരാനിലൂടെ BJPയുടെ വോട്ട് കൂടുമെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അത് എങ്ങനെയാണെന്നാണോ? നമുക്കൊന്ന് നോക്കാം. ടിക്കറ്റ് എടുത്ത ലാലേട്ടൻ ഫാൻസിൽ വലിയൊരു വിഭാഗം തീർച്ചയായിട്ടും ഈ സംഘ അനുകൂലികൾ ഉണ്ടായിരിക്കും. എന്നാൽ ഈ സിനിമ വിജയിച്ചാൽ കേരളത്തിൽ കുരുപൊട്ടുന്നത് ആർക്കാണെന്നറിയാമോ? ഈ മീഡിയ മുക്കാലിനും സുഡാപ്പികൾക്കും ആയിരിക്കുമെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. കൂടാതെ താൻ അങ്ങനെ പറയാനുള്ള കാരണവും താരം വിശദീകരിക്കുന്നുമുണ്ട്. കുറെ നാളുകളായി മോഹൻലാൽ എന്ന നടനെ തകർക്കാൻ നോക്കിയിരിക്കുന്നവരാണ് ഈ കൂട്ടർ. അതിനാൽ ഈ രണ്ട് കൂട്ടർക്കും എമ്പുരാന്റെ വിജയം സ്വാഭാവികമായിട്ടും ഒരിക്കലും ദഹിക്കില്ല. എന്നാൽ അവിടെയാണ് പൃഥ്വിരാജിന്റെ ബുദ്ധി. ടിക്കറ്റ് എടുത്ത സംഖ്യകളെല്ലാം എന്തായാലും പടം കാണും. നമ്മളെല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് പോയി പടം കാണില്ലേ? അതുപോലെ തന്നെ സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. ഞാൻ ചിത്രം കണ്ടിട്ടില്ല, പുറത്തു വരുന്ന ഒരു വിവരമാണ്. അതുകൊണ്ട് തന്നെ സംഘികൾ ഈ സിനിമയെ എതിർക്കുന്നു എന്ന മാർക്കറ്റിംഗ് തന്ത്രം ഇന്നലെ മുതൽ പരക്കെ പറയുന്നുമുണ്ട്. അതായത് സംഘികൾ സിനിമയ്ക്ക് എതിരാണെന്നതാണ് ഇപ്പോൾ പ്രചരിക്കുന്ന പ്രചാരണം. അതുകൊണ്ട് തന്നെ രണ്ടാം ആഴ്ച മുതൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഇനി തെലുങ്കിലെയും മതേതരവാദികളുടെയും BJP വിരുദ്ധരുടെയും വക ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കും. ചുരുക്കത്തിൽ മോഹൻലാലിനെ ഉപയോഗിച്ച ആദ്യ ആഴ്ചയിൽ സംഘികളെ പറ്റിച്ചും രണ്ടാം ആഴ്ച മുതൽ സംഘവിരുദ്ധരെ പറ്റിച്ചും മുടക്കിയ പണവും ലാഭവും കൊയ്യാൻ പൃഥ്വിരാജിന് അറിയാമെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. ഇനി ഈ ഇടതുപക്ഷമൊക്കെ പറയുന്നത് പോലെ സംഘവിരുദ്ധ രാഷ്ട്രീയമാണോ ഈ ചിത്രത്തിൽ പറയുന്നത്? അതോ BJPക്ക് കൂടുതൽ വോട്ട് കിട്ടാനുള്ള തന്ത്രമാണോ? ഈ ചോദ്യങ്ങൾക്കും അഖിൽ മാരാർ വ്യക്തമായ ഉത്തരങ്ങളാണ് നൽകുന്നത്. നമുക്കറിയാം, 3 തവണ തുടർച്ചയായി പ്രധാനമന്ത്രി ആയിരിക്കുകയാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിക്കും BJPക്കും എപ്പോഴൊക്കെ കലാപം ജനങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നേട്ടം മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നിങ്ങൾ ഓർക്കുക. ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുൻപുള്ള വാർത്തകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് വ്യക്തമായ ഉത്തരവും കിട്ടും. അതായത് BJPയുടെ ജയത്തിന് കാരണം ഇക്കൂട്ടരുടെ വിളികൾ തന്നെയാണ്. BJP അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പല പ്രാവശ്യം എപ്പോഴൊക്കെ പ്രതിപക്ഷമായിക്കോട്ടെ ആരെങ്കിലും ഒക്കെ അങ്ങനെ ആരോപിച്ചിട്ടുണ്ടോ അടുത്ത് വരുന്ന തിരഞ്ഞെടുപ്പിലെല്ലാം BJP ജയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. സ്വാഭാവികമായും സിനിമയിൽ പറയുന്നത് പോലെ ഗുജറാത്ത് കലാപവും ട്രെയിനിൽ തീവച്ച കാര്യവുമെല്ലാം അങ്ങനെയൊന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചർച്ചയാകും. അതിനാൽ എമ്പുരാൻ സംഘവിരുദ്ധമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം BJPക്കാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം എന്നൊക്കെ ഇതുപോലുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടോ അടുത്ത് വരുന്ന തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും BJP ജയിച്ചിരിക്കും. അപ്പോൾ എങ്ങനെയാണ് എമ്പുരാൻ BJP ജയിപ്പിക്കുന്നതെന്ന് അഖിൽ മാരാർ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ?